നമസ്കാരം. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 കുറച്ച് കണ്ടന്റുകൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. അപ്പം അതിൽ വരുന്നത് ഒരു സർക്കാർ ഭൂമിയും കെട്ടിടങ്ങളും വിറ്റ് കിട്ടുന്ന തുക, അതിന് നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയാം. അതെങ്ങനെ സർക്കാർ കണക്കുകളിൽ രേഖപ്പെടുത്തണം, അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ തുക എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് എന്തിനു വേണ്ടിയാണ് ചെലവാക്കിയത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ നേരത്തെ ഒരു പദ്ധതിക്കോ മറ്റോ വേണ്ടി നേരത്തെ ചെലവാക്കിയ തുക ഭൂമി വിറ്റതിലൂടെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ, കേൾക്കണേ, ഒരു പദ്ധതിക്കോ മറ്റോ വേണ്ടി നേരത്തെ ചെലവാക്കിയ ഒരു തുക ഭൂമി വിറ്റതിലൂടെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആ തുക ആദ്യം ചെലവാക്കിയ അതേ അക്കൗണ്ടിലേക്കോ പ്രൊജക്റ്റ് അലോക്കേഷനിലേക്കോ തിരികെ വരവ് വെക്കണം. അതാണ് ആദ്യത്തെ കാര്യം. ഒരു പദ്ധതിക്കോ മറ്റോ വേണ്ടി നേരത്തെ ഒരു പണം ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആ പദ്ധതിക്ക് ചെലവാക്കിയ ആ ഭാഗത്തെ ഭൂമി വിറ്റതിലൂടെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ തുക, ഭൂമി വിറ്റതിലൂടെ കിട്ടുന്ന തുക ആദ്യം ചെലവാക്കിയ അതേ അക്കൗണ്ടിലേക്കോ പ്രൊജക്റ്റ് അലോക്കേഷനിലേക്കോ തിരികെ വരവ് വെക്കേണ്ടതാണ്. ഇനി നേരത്തെ ചെലവാക്കാത്ത തുകയാണ് എന്ന് വിചാരിക്കുക. ഒരു പ്രത്യേക പദ്ധതിയുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഇല്ലാത്തതോ ആയ സാഹചര്യത്തിൽ ലഭിക്കുന്ന തുക, അതായത് നേരത്തെ ഒരു പദ്ധതിയോ അങ്ങനെ ചെലവാക്കിയ തുക ഇല്ലാത്ത ഒരു കേസാണെങ്കിൽ, നേരത്തെ ചെലവാക്കാത്ത തുക അല്ലെങ്കിൽ ഒരു പദ്ധതിയുമായി, പ്രത്യേക പദ്ധതിയുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് അടയ്ക്കണം. പക്ഷെ ഇല്ലെങ്കിൽ സാഹചര്യത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന തുക 0075 മിസലേനിയസ് ജനറൽ സർവീസസ് സെയിൽ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി എന്ന തലക്കെട്ടിൽ ഉൾപ്പെടുത്തണം. നേരത്തെ ചെലവാക്കിയ തുക ഇപ്പോൾ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതിലേക്ക് തന്നെ അടയ്ക്കണം. നേരത്തെ അങ്ങനെ ഒരു ചെലവാക്കാത്ത തുകയാണ്, അങ്ങനെ നേരത്തെ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സെയിൽസ് പ്രൊസീഡ്സ്, ഭൂമി വിറ്റൊക്കെ കിട്ടുന്ന തുക എങ്ങനെ ചെയ്യണം? 0075 മിസലേനിയസ് ജനറൽ സർവീസസ് സെയിൽ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. ഇനി ചില കൃഷിഭൂമികളിൽ നിന്നുള്ള വരുമാനം, കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനം 0401 ക്രോപ്പ് ഹസ്ബൻഡറി എന്ന തലത്തിൽ, ചില പ്രത്യേക കെട്ടിടങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ 2075 മിസലേനിയസ് ജനറൽ സർവീസസ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി എന്ന തലത്തിലും രേഖപ്പെടുത്തണം. അപ്പൊ കൃഷിഭൂമികളിൽ നിന്നുള്ള വരുമാനം 0401 ക്രോപ്പ് ഹസ്ബൻഡറി എന്ന തലത്തിൽ ക്രെഡിറ്റ് ചെയ്യണം. കെട്ടിടങ്ങൾ വിറ്റതാണെങ്കിൽ 2075 മിസലേനിയസ് ജനറൽ സർവീസസ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി എന്ന തലത്തിലും രേഖപ്പെടുത്തണം. നമ്മൾ ഇത് ഇപ്പൊ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരു സർക്കാർ പദ്ധതിക്കായിട്ട്, ഉദാഹരണത്തിന് ഒരു റോഡ് നിർമ്മാണം നടന്നു വെച്ചു, സർക്കാർ കുറച്ച് തുക ചെലവാക്കി. പിന്നീട് ആ റോഡിനായിട്ട് ഏറ്റെടുത്ത ഭൂമിയിൽ ബാക്കി വന്ന ഒരു ചെറിയ ഭാഗം സർക്കാർ വെക്കുകയാണ്. അപ്പോൾ ഒരു റോഡ് നിർമ്മാണത്തിന് സർക്കാർ കുറച്ച് തുക ചെലവാക്കി, അവിടെ ലാൻഡ് അക്വിസിഷനൊക്കെ ഉണ്ടായിരുന്നു, ഭൂമി ഏറ്റെടുക്കലൊക്കെ ഉണ്ടായിരുന്നു. റോഡെല്ലാം കഴിഞ്ഞ് ഭൂമിയിൽ കുറച്ച് ബാക്കി വന്ന ഭാഗം സർക്കാർ വിൽക്കുകയാണ്. അങ്ങനെ ഭൂമി വിറ്റ് കിട്ടിയ തുക ഈ റോഡ് നിർമ്മാണത്തിനായി നേരത്തെ സർക്കാർ ചെലവാക്കിയ തുകയുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യം മാറ്റേണ്ടത്. അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അലോക്കേഷനിലേക്ക് ആദ്യം മാറ്റേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭൂമി നമ്മൾ എന്തിനെടുത്തത്? സർക്കാർ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ തുക ചെലവാക്കിയതാണ്. അപ്പോൾ റോഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ആ ബാക്കി വന്ന കുറച്ച് സ്ഥലം സർക്കാർ വിറ്റു. വിറ്റാൽ ആ ഭൂമി വിറ്റ് കിട്ടിയ തുക ഈ റോഡ് നിർമ്മാണത്തിനായിട്ട് നേരത്തെ സർക്കാർ ചെലവാക്കിയ തുകയുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യം മാറ്റേണ്ടത്. ഇതൊരു തിരിച്ചടവ് പോലെ നമ്മൾ കണക്കാക്കണം. ഇനി അങ്ങനെ ഒരു പ്രത്യേക പദ്ധതി അക്കൗണ്ട് ഇല്ല എങ്കിൽ,
അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, റോഡ് നിർമ്മിച്ച അങ്ങനത്തെ ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ തുക 0075 മിസ്ലേനിയസ് ജനറൽ സർവീസസ് സെയിൽ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി എന്ന പൊതുവായി അക്കൗണ്ടിലേക്ക് വരവ് വെക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സർക്കാർ ഭൂമി വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക ആ ഭൂമി വികസിപ്പിക്കാനോ ഏറ്റെടുക്കാനോ മുമ്പ് ചെലവാക്കിയ തുകയുടെ പരിധിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ കണക്കിലേക്ക് ചേർക്കണം. അല്ലാത്ത പക്ഷം നിശ്ചയിക്കപ്പെട്ട പൊതുവായ അക്കൗണ്ട് തലത്തിലേക്ക് മാറ്റണം. ഇനി കെട്ടിടങ്ങൾ വിറ്റ് കിട്ടുന്ന തുക, സെയിൽ പ്രൊസീഡ്സ് ഓഫ് ബിൽഡിങ്സ്, അത് സർക്കാർ അക്കൗണ്ടുകളിൽ എങ്ങനെ രേഖപ്പെടുത്തണം, അതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കോ വേണ്ടി സർക്കാർ നേരത്തെ ചെലവാക്കിയ തുകയുണ്ടെങ്കിൽ കെട്ടിടം വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക ആദ്യം ആ പ്രൊജക്റ്റ് അക്കൗണ്ടിലേക്കോ ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കോ ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ പറഞ്ഞതുമാതിരി തന്നെ ഭൂമിയിൽ റോഡ് ഉണ്ടാക്കാൻ പറഞ്ഞതുമാതിരി തന്നെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അതിൽ സർക്കാർ കുറെ പണം ചെലവാക്കിയ തുകയുണ്ടെങ്കിൽ കെട്ടിടം വിൽക്കുമ്പോൾ ആ പ്രൊജക്റ്റ് അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് ആദ്യം തുക ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി പദ്ധതി അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എങ്കിൽ, നേരത്തെ ചെലവാക്കിയ തുക ഏതെങ്കിലും പ്രത്യേക പ്രൊജക്റ്റ് അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ലെങ്കിൽ കെട്ടിടം വിറ്റ് കിട്ടുന്ന തുക അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ വരുമാനമായി കണക്കാക്കി ബന്ധപ്പെട്ട ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വരവ് വെക്കണം. ഇനി വേറൊരു കേസ് എന്താ, വാണിജ്യപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ പദ്ധതികളുടെ ഭാഗമായ കെട്ടിടമാണെങ്കിൽ അതത് വാണിജ്യ പദ്ധതികളുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക വരവ് വെക്കേണ്ടത്. ഇപ്പോൾ വാണിജ്യപരമായ അല്ല ലാഭേച്ഛയുള്ള, അതാണല്ലോ വാണിജ്യ കൊമേഴ്സ്യൽ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ലാഭവും നഷ്ടമാണ് പ്രധാന വിഷയം. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ പദ്ധതികളുടെ ഭാഗമായ കെട്ടിടമാണെങ്കിൽ ആ വാണിജ്യ പദ്ധതികളുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക, കെട്ടിടം വിറ്റിട്ടുണ്ടെങ്കിൽ ആ തുക വാണിജ്യ പദ്ധതികളുടെ അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കേണ്ടത്. ഇനി കെട്ടിടം വിൽക്കുമ്പോൾ അതിന് ലഭിക്കുന്ന അധിക തുക അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ റവന്യൂ അക്കൗണ്ടിലോ സർക്കാർ നിർദ്ദേശിക്കുന്ന പൊതു അക്കൗണ്ടിലോ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ കാര്യം വേണേൽ നമുക്ക് ഒരു ഉദാഹരണത്തോടെ പറയാം. ഒരു സർക്കാർ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടം പണിതു, അതിനായിട്ട് സർക്കാർ ഒരു 10 ലക്ഷം രൂപ ചെലവാക്കി എന്ന് വിചാരിക്കാം. കുറച്ച് കാലത്തിന് ശേഷം ഈ കെട്ടിടം സർക്കാർ വിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് മാറ്റർ. ഇത് പല കേസിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ കേസ്, അതിൻ്റെ സിറ്റുവേഷൻ 1, ഈ 10 ലക്ഷം രൂപ പൊതുമരാമത്ത് പ്രൊജക്റ്റ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ചെലവാക്കിയതെങ്കിൽ കെട്ടിടം വിൽക്കുമ്പോൾ കിട്ടുന്ന തുക ആദ്യം ഈ പൊതുമരാമത്ത് പ്രൊജക്റ്റ് അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കേണ്ടത്. ഇനി കേസ് 2, ഇതൊരു വാണിജ്യ കെട്ടിടമാണ് വിൽക്കുന്നതെങ്കിൽ, കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് വിൽക്കുന്നതെങ്കിൽ ആ കെട്ടിടം ഏത് വാണിജ്യ പദ്ധതിയുടെ കൊമേഴ്സ്യൽ പ്രൊജക്റ്റിന്റെ കീഴിലാണോ പ്രവർത്തിച്ചിരുന്നത് ആ പദ്ധതിയുടെ അക്കൗണ്ടിലേക്കാണ് പണം വരവ് വെക്കേണ്ടത്. ചുരുക്കത്തിൽ പറഞ്ഞാല് സർക്കാർ എവിടെ നിന്നാണോ പണം എടുത്ത് കെട്ടിടം പണിതത് അല്ലെങ്കിൽ ആ കെട്ടിടം വികസിപ്പിച്ചത് അവിടെ തന്നെയാണ് വിറ്റ് കിട്ടുന്ന തുക തിരിച്ചെത്തേണ്ടത് എന്നതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഈ സർക്കാർ കെട്ടിടങ്ങളുടെ മുനിസിപ്പൽ ടാക്സും റേറ്റ് ആൻഡ് ടാക്സ്, മുനിസിപ്പൽ റേറ്റ്സ് ആൻഡ് ടാക്സ് ആണ് എങ്ങനെ അടയ്ക്കണം അല്ലെങ്കിൽ എങ്ങനെ കണക്കിൽ കാണിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇതിൽ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കെട്ടിടം ഉപയോഗിക്കുന്ന വകുപ്പ് നേരിട്ട് അടയ്ക്കുമ്പോൾ, അതായത് ഒരു സർക്കാർ വകുപ്പ് ഉപയോഗിക്കുന്ന കെട്ടിടത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ നികുതികൾ വരുന്നുണ്ടെങ്കിൽ ആ തുക ആ വകുപ്പിന്റെ സ്വന്തം ബജറ്റിലെ റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇനി പൊതുമരാമത്ത് വഴി ഒരു കെട്ടിടത്തിന്റെ മെയിൻ്റനൻസ് നടത്തുന്നത് അല്ലെ പരിപാലനം നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണെങ്കിൽ നികുതി തുക ആ കെട്ടിടത്തിന്റെ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണം. ഇനി
നികുതി അടയ്ക്കാൻ പ്രത്യേക വകുപ്പുകൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ നികുതി 2070 അതർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് -800 -അതർ എക്സ്പെൻഡിച്ചർ എന്ന ഹെഡിലേക്ക് മാറ്റണം. ഈ ഫിഗേഴ്സ് ഒക്കെ പറയുമ്പോൾ നമുക്കിത് എല്ലാം ബൈഹാർട്ട് പഠിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വിത്ത് ടെസ്റ്റാണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 എന്ന് പറയുന്നത് വിത്ത് ടെസ്റ്റാണ്. അതുകൊണ്ട് നമുക്കിത് തപ്പിപ്പിടിച്ച് എഴുതാവുന്നേ ഉള്ളൂ. അടുത്തത്, സർക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഈ ടാക്സ് 2216 ഹൗസിംഗ് ഗവൺമെന്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് എന്നതിലോ അല്ലെങ്കിൽ 2059 പബ്ലിക് വർക്ക്സ് എന്നതിലോ ക്രെഡിറ്റ് ചെയ്യണം. ഇതിന് നമുക്ക് വെറുതെ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഒരു സർക്കാർ കോളേജ് കെട്ടിടത്തിന് മുനിസിപ്പാലിറ്റി നികുതി ചുമത്തുന്നു. ഇപ്പോൾ ഒരു സർക്കാർ കോളേജ് കെട്ടിടം അതിന് മുനിസിപ്പാലിറ്റി നികുതി ചുമത്തുകയാണ്. അപ്പോൾ ആ കോളേജ് ഭരിക്കുന്ന വകുപ്പ് തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നതെങ്കിൽ അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് റെന്റ് ആൻഡ് ടാക്സസ് എന്ന ഹെഡ് ഉപയോഗിച്ച് നികുതി അടയ്ക്കുന്നു. അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്ന ഹെഡ് ഉപയോഗിച്ച് നികുതി അടച്ചു. മറിച്ച് ആ കോളേജിൻ്റെ മെയിൻ്റനൻസ് PWD ആണ് നോക്കുന്നതെങ്കിൽ ആ നികുതി തുക പൊതുമരാമത്ത് വകുപ്പിൻ്റെ 2059 പബ്ലിക് വർക്ക്സ് എന്ന മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മുനിസിപ്പൽ ടാക്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കെട്ടിടത്തിൻ്റെ പരിപാലന ചുമതല ആർക്കാണോ അവർ തന്നെ ആയിരിക്കണം ആ കെട്ടിടത്തിൻ്റെ നികുതിയും അടയ്ക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ, പ്രത്യേകിച്ച് മുനിസിപ്പൽ ടാക്സ് പോലെയുള്ള കാര്യങ്ങളിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പരിപാലന ചുമതല ആർക്കാണോ ആ വകുപ്പ് തന്നെയായിരിക്കും, അല്ലെ അവർ തന്നെയായിരിക്കണം ആ കെട്ടിടത്തിൻ്റെ നികുതികളും അടയ്ക്കേണ്ടത് എന്നാണ് വ്യവസ്ഥ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സൈനിക പര്യവേക്ഷണങ്ങളോടൊപ്പമുള്ള സർവേ അല്ലെ ശാസ്ത്ര സംഘങ്ങളുടെ ചെലവ്. സൈനിക പര്യവേഷണങ്ങളിൽ പങ്കെടുക്കുന്ന സർവേ ഓഫ് ഇന്ത്യ പോലുള്ള ശാസ്ത്ര സംഘങ്ങളുടെ ചെലവ് നിർവഹിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു സൈനിക പര്യവേഷണം ഉണ്ടായിരുന്നില്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഉണ്ടാകുമായിരുന്ന എല്ലാ അധിക ചെലവുകളും ഡിഫൻസ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പര്യവേഷണത്തിൽ പങ്കെടുക്കുന്ന സർവേ ഓഫ് ഇന്ത്യ സംഘത്തിൻ്റെ ചെലവ് ഡിഫൻസ് എസ്റ്റിമേറ്റിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യണം. മറ്റ് ശാസ്ത്ര സംഘങ്ങൾ അവരുടെ ശമ്പളവും മറ്റ് അനുബന്ധ ചെലവുകളും അതത് സിവിൽ വകുപ്പുകളാണ് വഹിക്കേണ്ടത്. എന്നാൽ അവർക്ക് വേണ്ടി ഡിഫൻസ് സർവീസ് പ്രത്യേക വാഹനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഏർപ്പാടാക്കിയാൽ ആ ചെലവ് ഡിഫൻസ് എസ്റ്റിമേറ്റിൽ ക്രെഡിറ്റ് ചെയ്യണം. ഒന്നിലധികം അക്കൗണ്ട് തലങ്ങളെ ബാധിക്കുന്ന ഇടപാടുകൾ, അതായത് ജനറൽ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിംഗ്, ഒന്നിലധികം പ്രധാന അക്കൗണ്ട് തലങ്ങളിൽ ഒന്നിലധികം മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട് വരുന്ന വരുമാനമോ ചെലവോ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട രീതികൾ എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഇടപാടുകൾ ആദ്യം ഏതെങ്കിലും ഒരു പ്രധാന അക്കൗണ്ട് തലത്തിൽ ക്രെഡിറ്റോ ഡെബിറ്റോ ചെയ്യാവുന്നതാണ്. എന്നാൽ പിന്നീട് ആ തുകയിൽ ബന്ധപ്പെട്ട മറ്റ് അക്കൗണ്ട് തലങ്ങളിലേക്ക് മാറ്റേണ്ട വിഹിതം, അതായത് അഡ്ജസ്റ്റബിൾ ഷെയർ, കൃത്യമായി കണ്ടെത്തി അത് ആദ്യത്തെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് യഥാർത്ഥ അക്കൗണ്ടുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സൈനിക പര്യവേഷണത്തിനായിട്ട് ഒരു സിവിൽ ഗവേഷണ സംഘം പോകുന്നു എന്ന് കരുതുക. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സൈന്യം ഒരു വാഹനം നൽകുന്നു. അപ്പോൾ ഒരു പര്യവേഷണ സംഘമാണ്, സൈനിക പര്യവേഷണമാണ്. അപ്പോൾ ആ സംഘത്തിൻ്റെ ശമ്പളവും ഭക്ഷണ ചെലവും അവരുടെ സിവിൽ വകുപ്പ് തന്നെ നൽകും.
കേൾക്കുന്നുണ്ടാവും അല്ലേ? സൈനിക പര്യവേഷണത്തിനായി ഒരു സിവിൽ ഗവേഷണ സംഘം പോവുകയാണ്. അപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സൈന്യം ഒരു വാഹനം കൊടുത്തു. അപ്പോൾ ആ സംഘത്തിൻ്റെ സൈനിക പര്യവേഷണ സിവിൽ ഗവേഷണ സംഘത്തിൻ്റെ ചെലവൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവരുടെ ശമ്പളവും ശമ്പള ചെലവും അവരുടെ സിവിൽ വകുപ്പ് തന്നെ നൽകും. എന്നാൽ വാഹനത്തിൻ്റെ സൈന്യമാണ് വാഹനം കൊടുത്തത്. അവർ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഇന്ധനവും അറ്റകുറ്റപ്പണിയും സൈന്യമാണ് വഹിക്കുന്നതെങ്കിൽ ആ തുക സൈന്യത്തിന്റെ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഡിഫൻസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഇനി നമുക്ക് പറയാനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിൽ 5 പ്രധാനപ്പെട്ട, അതായത് സർക്കാർ അക്കൗണ്ടുകളിൽ വരുമാനവും ചെലവും എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ തരംതിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് ജലസേചന വരുമാനമാണ്, ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ ആദ്യം 2209 ലാൻഡ് റവന്യൂ എന്ന ഹെഡിൽ രേഖപ്പെടുത്തണം. പിന്നീട് ഈ ഹെഡിൽ നിന്ന് ജലസേചന പദ്ധതികൾക്കായി നീക്കിവെച്ച കൃത്യമായ വിഹിതം ഇറിഗേഷൻ റവന്യൂ ഹെഡിലേക്ക് മാറ്റണം. രണ്ടാമത്തെ പറയുന്നത് കോർപ്പറേഷൻ നികുതി പിരിവാണ്. നികുതി പിരിക്കാൻ വേണ്ടി വരുന്ന ചെലവ് ആദ്യം 2020 കളക്ഷൻ ഓഫ് ടാക്സസ് എന്ന തലത്തിൽ കാണിക്കണം. നികുതി പിരിക്കാൻ വേണ്ടി വരുന്ന ചെലവ്, നികുതിയല്ല, നികുതി പിരിക്കാൻ വേണ്ടി വരുന്ന ചെലവ്. തുടർന്ന് ഇതിൽ നിന്നും കോർപ്പറേഷൻ ടാക്സുമായി ബന്ധപ്പെട്ട തുക കണക്കാക്കി അത് കോർപ്പറേഷൻ ടാക്സ് എന്ന ഹെഡിലേക്ക് മാറ്റണം. അടുത്ത് നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അഥവാ പലിശ പേയ്മെന്റുകൾ. സർക്കാർ വായ്പകൾക്ക് നൽകുന്ന പലിശ ആദ്യം 2049 ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന ഹെഡിൽ രേഖപ്പെടുത്തണം. വാണിജ്യ വകുപ്പുകൾക്ക് ഈ ബാധ്യതയുണ്ടെങ്കിൽ അതിന് തുല്യമായ തുക പലിശ വരവായിട്ട് 0049 ഇൻട്രസ്റ്റ് റെസീറ്റ്സ് കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത് പറയുന്നത് 5 ക്ലാസിഫിക്കേഷനിൽ 5 തത്വമാണ് പറഞ്ഞത്, 5 രീതികളാണ് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരുടെ ചെലവ്, അവരുടെ ജീവനക്കാരുടെ ശമ്പളം, യാത്രപ്പതി തുടങ്ങിയവ ആദ്യം ഒരു പൊതു ഹെഡിൽ രേഖപ്പെടുത്തും. അതാണ് മേജർ ഹെഡ്. മേജർ ഹെഡിൽ രേഖപ്പെടുത്തും. പിന്നീട് അതത് പ്രൊജക്റ്റുകളുടെ സ്വഭാവമനുസരിച്ച് അവയെ ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളിലേക്ക്, അതായത് അപ്രോപ്രിയേറ്റ് ഹെഡ്സിലേക്ക് തരംതിരിക്കും. ഇനി നമുക്ക് അഞ്ചാമത്തെ പറയാനുള്ളത് ഓഡിറ്റ് ചെലവുകളാണ്. കൃഷി, ജലസേചനം തുടങ്ങിയ വകുപ്പുകളുടെ ഓഡിറ്റ് നടത്തുമ്പോൾ വരുന്ന ചെലവുകൾ. ആദ്യം ഈ ഓഡിറ്റ് നടത്തുമ്പോൾ വരുന്ന ചെലവുകളാണ് കൃഷി, ജലസേചനം തുടങ്ങിയ വകുപ്പുകളുടെ. ആദ്യം എന്ത് ചെയ്യുക? ആ ചെലവ് 2016 ഓഡിറ്റ് എന്ന ഹെഡിൽ രേഖപ്പെടുത്തും. അതാദ്യം. പിന്നീട് ഇത് ആ ഓഡിറ്റ് നടന്ന അതാത് വകുപ്പുകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ നമുക്ക് ഇതിനും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു നോക്കാം. എല്ലാം കൂടി ടച്ച് ചെയ്ത് വരില്ല, എന്നാലും നോക്കട്ടെ. ഒരു ജലസേചന പദ്ധതിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ, ഒരു ജലസേചന പദ്ധതിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ ഓഡിറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാൽ ആ ഓഡിറ്റിന് വരുന്ന ചെലവ്, ആ ഓഡിറ്റിന് വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, യാത്രക്കൂലി, ആദ്യം എന്ത് ചെയ്യണം? 2016 ഓഡിറ്റ് എന്ന അക്കൗണ്ടിൽ കാണിക്കണം. കാരണം അത് ഓഡിറ്റ് വകുപ്പിന്റെ പ്രധാന പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അവരുടെ TA അല്ലെ TE, ട്രാവലിംഗ് എക്സ്പെൻസ്, ആ ഓഡിറ്റ് വകുപ്പിൽ തന്നെ, ആ ഓഡിറ്റിൽ തന്നെ 2016 ഓഡിറ്റ് എന്ന അക്കൗണ്ടിൽ വരുന്നത്. എന്നാൽ ആ ഓഡിറ്റ് ജലസേചന വകുപ്പിന് വേണ്ടി ആയതുകൊണ്ട് ആ തുക ഓഡിറ്റ് വകുപ്പിൽ നിന്നും മാറ്റി ജലസേചന വകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് പിന്നീട് മാറ്റും. ഇപ്പോൾ അത്
ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഒരു ജലസേചന പദ്ധതിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ ഓഡിറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നു. ആ ഓഡിറ്റിന് വരുന്ന ചെലവ്, അവരുടെ യാത്രക്കൂലിയൊക്കെ, ഉദ്യോഗസ്ഥരുടെ ഓഡിറ്റിന് വരുന്ന ഉദ്യോഗസ്ഥരുടെ യാത്രക്കൂലി ആദ്യം എന്ത് ചെയ്യണം? 2016 ഓഡിറ്റ് എന്ന അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തണം. കാരണം അത് ഓഡിറ്റ് വകുപ്പിന്റെ പ്രധാന പ്രവർത്തനമാണ്. എന്നാൽ ആ ഓഡിറ്റ് ആർക്ക് വേണ്ടിയാണ് നമ്മൾ നടത്തിയത്? ജലസേചന വകുപ്പിന് വേണ്ടിയിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് ആ തുക ഓഡിറ്റ് വകുപ്പിൽ നിന്നും മാറ്റി ജലസേചന വകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് പിന്നീട് മാറ്റും. ആദ്യം ഒരു പൊതു അക്കൗണ്ടിൽ ഇട്ടിട്ട് പിന്നീടാണ് മാറ്റുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ സ്ഥിതി? സർക്കാർ അക്കൗണ്ടുകളിൽ പണം ആദ്യം ഒരു പൊതു അക്കൗണ്ടിൽ, പൂൾ അക്കൗണ്ട് നമുക്ക് പറയാം, രേഖപ്പെടുത്തുകയും പിന്നീട് കൃത്യമായ കണക്കെടുപ്പിന് ശേഷം അത് ഏത് വകുപ്പിൻ്റെയോ പ്രൊജക്റ്റിൻ്റെയോ ചെലവാണോ അവിടേക്ക് മാറ്റി വരവ് വെക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റബിൾ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത്. ഇനി സർക്കാർ നേരിട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ചെലവുകൾ, എക്സ്പെൻസ് ഏത് ഹെഡിൽ രേഖപ്പെടുത്തണം എന്നതിനെ കുറിച്ചാണ്. സർക്കാർ നേരിട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ലീഗൽ എക്സ്പെൻസാണ്, നിയമപരമായ ചെലവാണ്. അതായത് ഒരു വാടകക്കാരോ പാട്ടക്കാരോ വാടക നൽകാൻ വീഴ്ച വരുത്തിയാൽ അവരിൽ നിന്ന് തുക ഈടാക്കാൻ സർക്കാർ നടത്തുന്ന നിയമ നടപടികൾക്കും കോടതി ചെലവുകൾക്കുമുള്ള തുക. 2053 ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ 2014 അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്നീ ഹെഡുകളിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ കോസ്റ്റാണ്, നിർമ്മാണ ചെലവുകൾ. ആദ്യം നിയമപരമായ ചെലവുകളാണ്. നിയമപരമായ ചെലവ് വരുന്ന വാടകക്കാരോ പാട്ടക്കാരോ വാടക നൽകാൻ വീഴ്ച വരുത്തിയാലാണ്. അവരിൽ നിന്ന് തുക ഈടാക്കാൻ വേണ്ടി പല നടപടിയും സ്വീകരിക്കുക. അപ്പോൾ അതിനുള്ള കോടതി ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തേത് നിർമ്മാണ ചെലവ്, അതായത് ടോൾ ബൂത്തുകൾ, ഷെഡുകൾ, ഗേറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കുമ്പോൾ വരുന്ന ചെലവുകൾ 2059 പബ്ലിക് വർക്ക്സ് കൺസ്ട്രക്ഷൻ എന്ന ഹെഡിൽ ഉൾപ്പെടുത്തണം. ഇനി ഈ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി പ്രവർത്തന ചെലവുകൾ, അതിനെ നമുക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയാം. ടോൾ ഗേറ്റുകൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിനായി ഇപ്പോൾ ഒരു ടോൾ ഗേറ്റ് സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുകയാണ്. മനസ്സിലായല്ലോ? അങ്ങനെ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിനായി ഉപയോഗിക്കുന്ന ജീവനക്കാരുടെ ശമ്പളവും മറ്റു പ്രവർത്തന ചെലവുകളും 2059 പബ്ലിക് വർക്ക്സ് ഡയറക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂഷൻ എന്ന ഹെഡിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഈ നോക്കുക, പിന്നെ ഇതിൽ നമ്മൾ പറയുന്നത് സർക്കാർ നേരിട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ചെലവുകൾ ഏത് ഹെഡിൽ രേഖപ്പെടുത്തണം എന്നതിനെ കുറിച്ചാണ്. അപ്പം നമുക്കതൊരു വേണമെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് അതിനും പറയാം. ഒരു സർക്കാർ ഒരു പാലം ഉണ്ടാക്കി. ഈ പാലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ടോള് പിരിക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ടർ നൽകി എന്ന് നൽകുക. ഒരു പാട്ടക്കാരന് അല്ലെ ഒരു കോൺട്രാക്ടർക്ക് ടോള് പിരിക്കാനുള്ള അവകാശം നൽകി. എന്നാൽ ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ പാട്ടക്കാരൻ കൃത്യമായിട്ട് തുക, അതായത് ടോള് തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല. അപ്പോൾ സർക്കാർ ചില നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. ചോദ്യം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സർക്കാർ ഒരു പാലം ഉണ്ടാക്കി. പാലം ഉണ്ടാക്കിയാൽ നമുക്ക് ടോള് പിരിക്കാമല്ലോ. ആ ടോള് പിരിക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ടർക്ക് പിരിക്കാനുള്ള അവകാശം നൽകി. എന്നാൽ ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ പാട്ടക്കാരൻ കൃത്യമായി ടോള് പിരിച്ചിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഒരു ഫസ്റ്റ് കേസ് നിയമ നടപടിയാണ്. ആ പാട്ടക്കാരനെതിരെ സർക്കാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? വക്കീൽ ഫീസും വരും, കോടതി ചെലവും വരും. അതാണ് നിയമ നടപടിക്കുള്ള ചെലവെന്ന് പറയുന്നത്, വക്കീൽ ഫീസും കോടതി ചെലവും. ഈ തുക, അങ്ങനെ ഈ രണ്ട് തുകകൾ
അങ്ങനെ വന്നാൽ 2014 അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന ഹെഡിൽ രേഖപ്പെടുത്തും. ഇനി രണ്ടാമത്തെ കേസ്, ടോൾ പിരിക്കാൻ വേണ്ടി പുതിയൊരു ടോൾ ബൂത്ത് അവിടെ നിർമ്മിക്കുന്നു. ആര് നിർമ്മിക്കും? ഗവൺമെന്റ് തന്നെ നിർമ്മിക്കുക. സർക്കാർ നേരിട്ട് പിരിക്കാൻ പോവാണ്. ഈ നിർമ്മാണ ചെലവ്, ആ ടോള് പിരിക്കാൻ വേണ്ടി വരുന്ന നിർമ്മാണ ചെലവ് 2059 പബ്ലിക് വർക്ക്സ് കൺസ്ട്രക്ഷൻ എന്ന ഹെഡിൽ രേഖപ്പെടുത്തുന്നു. ഇനി മൂന്നാമത്തെ കേസ്, ഈ പാട്ടക്കാരനെ അതോടുകൂടി ഒഴിവാക്കി. അയാള് പിന്നെ ചുങ്കം പിരിച്ചിട്ട് അടയ്ക്കുന്നില്ല. അപ്പോൾ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു, അയാളെ നമ്മൾ ഒഴിവാക്കുന്നു. എന്നതിന് ശേഷം സർക്കാർ നേരിട്ട് ജീവനക്കാരെ വെച്ച് ടോള് പിടിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമല്ലോ. സർക്കാർ നേരിട്ട് ജീവനക്കാരെ വെച്ച് ടോള് പിടിക്കാൻ തീരുമാനിച്ചാൽ ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. ആ ശമ്പളം എന്ന് പറയുന്നത് 2059 പബ്ലിക് വർക്ക്സ് ഡയറക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഹെഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ഇപ്പൊ 3 കേസ് ഞാൻ പറഞ്ഞു. നോക്കുക നിങ്ങൾ, ഈ 3 കേസ്, ആദ്യത്തെ കേസ് എന്തായിരുന്നു? ഒന്നാമത്തെ കേസ്, നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ചെലവിന് ഒരു അക്കൗണ്ട്. രണ്ടാമത്തെ കേസ്, ടോള് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കൺസ്ട്രക്ഷനും ബാക്കി കാര്യങ്ങളും, അത് വേറൊരു അക്കൗണ്ട്. മൂന്നാമത്തത്, ജീവനക്കാരുടെ ടോള് പിരിക്കാൻ വന്ന സർക്കാർ പുതിയ ജീവനക്കാരെ വെച്ച് ടോള് പിരിക്കാൻ തീരുമാനിച്ചാൽ അവരുടെ ശമ്പളവും മറ്റും. അപ്പോൾ എന്തൊക്കെ വന്നു? നിയമ നടപടിക്ക് ഒരു അക്കൗണ്ട്, നിർമ്മാണത്തിന് ടോൾ ബൂത്തൊക്കെ നിർമ്മിക്കാൻ വേണ്ടി മറ്റൊരു അക്കൗണ്ട്, ടോൾ ബൂത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ട്, അതിലാണ് ശമ്പളവും കാര്യമൊക്കെ വരുന്നത്. എന്നിങ്ങനെ ചെലവുകൾ തരംതിരിച്ച് രേഖപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ അരമണിക്കൂറിനടുത്തായി. അപ്പോൾ ഈ കണ്ടന്റുകൾ ഇവിടെ നമുക്ക് തൽക്കാലം നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പം നമ്മൾ ഈ കണ്ടന്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ അക്കൗണ്ട് എവിടെയാണ് ഓരോ സംഖ്യയും ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. കുറേ ഹെഡ് ഓഫ് അക്കൗണ്ട് ചോദിക്കാം. പിന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിത് ഈ കണ്ടന്റുകൾ കുറച്ചുകൂടി നമുക്ക് റെഡിയായി വരും. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.